എന്ത് വിശേഷം? പുതിയ ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ. അതിന് പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നിഷാ സാരംഗിന് പൈങ്കിളി പ്രണയമോ, നിഷാ സാരംഗിന് പ്രണയ നൈരാശ്യമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പറയുന്ന നിഷാ സാരംഗിന്റെ കുറച്ച് ദിവസമായി നിഷാ സാരംഗ് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ. അത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഇടുന്നത്. ആ പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഈ കൗമാരക്കാരുണ്ടല്ലോ, അതായത് ഈ കോളേജ്, ഈ പറയുന്ന പ്രീ ഡിഗ്രി, ആ പ്രായത്തിലുള്ള കുട്ടികൾ ഈ പ്രേമ നൈരാശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ കാമുകനുമായി തെറ്റിപ്പിരിയുമ്പോൾ, അല്ലെങ്കിൽ കാമുകനുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ കാമുകയായിട്ട് ആരുടെങ്കിലും തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് പിന്നെന്താ ഇരിക്കുന്ന സമയത്ത് ഇടുന്ന പോസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് വിരഹത്തിന്റെ പോസ്റ്റുകൾ, മരണത്തിന്റെ പോസ്റ്റുകൾ, അങ്ങനെ കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അതുപോലുള്ള കുറെ പോസ്റ്റുകളാണ്. പിന്നെ അതായത് ഇത് കാമുകൻ കാണണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, കാമുകി കാണണം, ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ വിഷമിക്കുന്നു എന്നുള്ളത്. ഇത് കാമുകിയെ കാണിക്കാൻ വേറെ ആർക്കുമല്ല, ആര് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കൗമാരക്കാരിടുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് നിഷാ സാരംഗ് കുറെ ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് നിഷാ സാരംഗ് ഇട്ട പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് കുറെ പോസ്റ്റുകൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഒരാള് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ പിന്നീട് വാട്സപ്പിലായിക്കോട്ടെ നമ്മൾ പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ എന്താണ്, അത് നമ്മുടെ മനസ്സിലുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാണ് നമ്മൾ ഈ പറയുന്ന എന്താ സ്റ്റാറ്റസ് വഴി. അപ്പം അതുകൊണ്ട് തന്നെ നിഷാ സാരംഗ് പിന്നെ എന്താണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ തന്നെയാണ് അത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോ ഇപ്പോ നിഷാ സാരംഗ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട ഒരു പോസ്റ്റ്, സത്യം പറഞ്ഞാൽ അത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കില് നിഷാ സാരംഗ് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ അത് വായിക്കാം. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറി പോയേക്കാം, കാരണം മനോഹരമായ കള്ളങ്ങളാണ്. കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. ശുഭദിനം. ഇതാണ് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറി പോയേക്കാം, കാരണം മനോഹരമായ, അതായത് ചിലവർക്ക് കള്ളമാണ് ഇഷ്ടം, കള്ളം പറഞ്ഞ് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളതാണ്. സത്യം പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും, അതായത് ഇവർ പറയുന്ന ഇൻഡയറക്റ്റ് എടുത്ത് ഞാൻ ആരുടെങ്കിലും സത്യം പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്ന സത്യം ഉൾക്കൊള്ളാതെ എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ഒരു അർത്ഥം തന്നെയാണ് അതിനകത്തുള്ളത്. അതിന് വലിയ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമില്ല. ഇപ്പോ ജനുവരി 11 പുള്ളി നിഷാ സാരംഗ് തന്റെ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. സ്നേഹം കൊണ്ടുള്ള മുറിവ് മായാതെ കിടക്കും മരണം വരെ. ഇവിടെയും പ്രേമവും സ്നേഹവും ആ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ നിഷാ സാരംഗ് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇപ്പോഴുള്ളതാണ്. ഇതിന് കുറച്ച് മുമ്പ്, അതായത് ഒരാഴ്ച മുമ്പ് നിഷാ സാരംഗ് അല്ലാതെയും കുറെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. വിവാഹിതരായ ഒരു പെണ്ണിനോട് ഒരു അന്യ പുരുഷന് ഒരിക്കലും പ്രണയം തോന്നില്ല എന്ന് തന്നെയാണ് സത്യം. അതൊരു പോസ്റ്റ്. മനസ്സിലായോ? അടുത്ത, വിവാഹിതയായ ഒരു പെണ്ണിനെ പ്രണയം പറഞ്ഞ് ചില പുരുഷന്മാർ സമീപിച്ചാൽ അത് കാമം മാത്രമായിരിക്കും, കാമം മാത്രം മുന്നിൽ കണ്ടു തന്നെ ആയിരിക്കും എന്നടുത്തൊരു പോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഈ വരുന്ന ആളെ അതിനെ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് ചില സ്ത്രീകൾ ചതിയിൽ പെട്ടുപോകാറുണ്ട്. അതിലൂടെ അവരുടെ ജീവിതം തന്നെയായിരിക്കും എന്നേക്കുമായി ഇല്ലാതായി പോകുന്നത്. സമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും തെറ്റുകാരായി നിൽക്കേണ്ടതായിട്ട് വരുന്നതും സ്ത്രീകൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ നിരന്തരം ഈ പറയുന്ന പിന്നെന്താണ് നിഷാ സാരംഗ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം നിഷാ സാരംഗ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന മാനസിക അവസ്ഥ തന്നെയാണ്. ഏതോ ഒരു വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് മനസ്സിലാവും, എന്തോ ഒരു ലവ് ഫെയിലിയർ, അല്ലെ? നിഷാ സാരംഗ് തന്നെ കുറച്ചു മുമ്പ് എനിക്ക് വീണയുടെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നു, എനിക്കെന്തായാലും എനിക്കൊരു കൂട്ട് വേണം, എനിക്ക് അങ്ങോട്ടൊരു കൂട്ട് വേണം, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ നിഷാ സാരംഗ്. അപ്പോ അതിനർത്ഥം ഏതോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു നിഷാ സാരംഗിന്. ആ റിലേഷൻ ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായി. ഇതിന് വലിയ, ഞാൻ പറഞ്ഞ പോലെ ഈ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തോ ഒരു പ്രണയ നൈരാശ്യം തന്നെയാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ഞാൻ തന്നെ ചോദിച്ചില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മുക്കി പിടിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ മൂട്ടില് കുറെ ക്വസ്റ്റ്യൻസ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതും വായിക്കാം. കമന്റുകൾ വന്നിട്ടുണ്ട്. അതായത് 9-10 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇത്രയും നാളെ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോ
ഇങ്ങനെയൊക്കെ കാണിക്കാൻ ആയിരുന്നു എങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു. എന്നിട്ട് ഓരോന്നായിട്ട് വരുമ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങളാണ് ബിജു ചേട്ടന്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന്. ഇത്രയും നാള് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജു ചേട്ടൻ, അത് നിങ്ങൾ മറക്കണ്ട. എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസ് ആയിട്ട് വന്നേക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് എന്ന് എന്തിനാണ് ആയിഷ ഫാത്തിമയുടെ പിന്നീട് എന്തിനാണ് ദേശീയ നടത്തിയത് കള്ളക്കേസ്, അതായത് ബിജു സോപാനത്തിന്റെ കേസുമായിട്ടുള്ള കള്ളമക്കാരയിലെ കുറച്ചു ദിവസം മുമ്പ് ബിജു സോപാനത്തിനെതിരായിട്ടും ശ്രീകുമാറിനും എതിരായിട്ടും ഒരു കേസ് കൊടുത്തു. അത് നിഷാ സാരംഗാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ കുറെ പിന്നീട് വാർത്തകളും കാര്യങ്ങളൊക്കെ നിഷാ സാരംഗാണ് കൊടുത്തത്. അതിന് നമുക്ക് പിന്നെന്താണ് അതിന് സാധൂകരിക്കുന്നത് പോലെയാണ് ഇവര് മൂന്നുപേരും ഇപ്പൊ എന്തില്ല ആ സീരിയലിൽ ഇപ്പൊ അഭിനയിക്കുന്നില്ല എന്നുള്ളത്. തൊട്ടടുത്ത കമന്റ്, എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നത്? പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ, കഷ്ടം തന്നെ. ഇതൊക്കെ ഒരു പ്രേക്ഷകന്റെ ഫ്രസ്ട്രേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? കഷ്ടം തന്നെ എന്നുള്ള ഒരു കമന്റ്. കുറെ കമന്റുകൾ ഈ പറയുന്ന നിഷാ സാരംഗിന്റെ പിന്നീട് ഇതിന് താഴെ വരുന്നുണ്ട്. അത് ഒബ്വിയസ്ലി സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന കമന്റുകൾ തന്നെ. ഇതൊന്നും വളരെ വ്യക്തമാണ്. നിഷാ സാരംഗിന് എന്തോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷൻ എന്തോ ഒരു കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ അതെന്താണ് അത് പിന്നീട് എന്ത് ചെയ്തു, ബ്രേക്ക് ആയി പോയി. അതിനി ആരെന്ന് അറിയത്തില്ല. പലരും കമന്റുകളിൽ ചോദിക്കുന്നുണ്ട്, അതിനി ബാലുവായിട്ട് പണങ്ങിപ്പോയതിൻ്റെതാണോ ഇത് ചോദിക്കുന്നത് എന്നുള്ളതും ചോദിക്കുന്നു. പക്ഷെ അങ്ങനെ വരാനുള്ള ചാൻസസും വളരെ കുറവാണ്. കാരണം പുതിയൊരു വിവാഹത്തിലേക്ക് പോകുന്നു എന്നാണ് അന്ന് നിഷാ സാരംഗ് പറഞ്ഞത്, അല്ലെ? നിഷാ സാരംഗ് പുതിയൊരു വിവാഹത്തിലേക്ക് പോകുന്നു. അപ്പൊ ഏതോ ഒരു പുതിയ പാർട്ട്ണറായിട്ട് ജീവിതകാലം പിന്നെ ശേഷിക്കുന്ന കാലം ഒരു പങ്കാളിയെ വേണമെന്ന് പറഞ്ഞാൽ ആ പങ്കാളിയുടെ ചിലപ്പോൾ റിലേഷനിലായിരുന്നായിരിക്കാം, സ്നേഹം ഉണ്ടായിരുന്നായിരിക്കും. ആ റിലേഷൻ ഇവിടെ ബ്രേക്ക് ആയിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ എന്തോ കൊടുത്ത ഒരു ബൈറ്റില് ഇതിനെപ്പറ്റി അവിടെയുള്ള ഒരു ചാനൽ ചോദിക്കുന്നുണ്ട്. അതിനെ നിഷാ സാരംഗ് പറഞ്ഞ മറുപടിയും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്ന ഇങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അത് നല്ല കാര്യമല്ലേ? അപ്പൊ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഉണ്ട് ചേച്ചി, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാല് എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. ഒറ്റപ്പെടുമ്പോ ചിലപ്പോ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, ശരി. പ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഈ മാരേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷനിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നിഷാ സാരംഗ് പറയുന്നു. വളരെ വ്യക്തമാണ്. ചിലപ്പോൾ എന്തെങ്കിലും റിലേഷനോ ആരുമായിട്ടോ എന്തോ സ്നേഹം എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതൊന്നും തെറ്റൊന്നും അല്ല, മനസ്സിലായോ? അപ്പം എന്തായാലും കുറെ കാലമായിട്ട് ഒരു സിംഗിൾ മദറായിട്ട് കഴിയുന്നു. അപ്പോൾ ഒരു പുതിയ ഒരു കൂട്ട് വേണം. അതുപോലെ അവര് പിന്നീട് പ്രായം അത്ര വലിയ പ്രായം ഇപ്പോഴും സുന്ദരിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. അപ്പം ഏതോ എനിക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ മനസ്സിലാവുന്നത് ഏതോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോ ആ റിലേഷൻ പോയപ്പോഴായിരിക്കും മറ്റൊരു വിവാഹത്തിലേക്ക് ചിന്തിച്ചത്, മനസ്സിലായോ? മറ്റൊരു വിവാഹത്തിലേക്ക് ചിന്തിക്കുന്നു ചിലപ്പോൾ, എന്നിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് ചിന്തിച്ചിട്ട് കൂടി പഴയ റിലേഷൻ ചിലപ്പോൾ അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പഴയത് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവാത്തതിന്റെ സങ്കടവും കാര്യങ്ങളും. അപ്പൊ എന്തോ ഇവിടെ എന്താ പറയുക, ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വിശ്വാസവഞ്ചന. കൂടെ നിന്ന് പ്രണയിച്ചിട്ട് അവസാനം ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്യൂ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇട്ടിട്ട് അതെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരൊക്കെയാണ് എല്ലാവർക്കും. ഞാൻ സത്യം പറഞ്ഞപ്പോൾ എന്നെ ഇഷ്ടപ്പെടില്ല, എന്നെ കളഞ്ഞിട്ട് പോയി, എനിക്ക് ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോൾ എനിക്ക് വിവാഹത്തിലേക്ക് പോകണമെന്ന് തോന്നി, അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുന്നത്. വേറെ ഒരു വിശേഷമില്ല, ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് നിഷാ സാരംഗ് പറഞ്ഞത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, വളരെ ക്ലിയർ ആണ്. നിഷാ സാരംഗ് ഇപ്പം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. അത് സാധൂകരിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറി, ഈ പറയുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറി. ഈ പറയുന്ന ബാലുവുമായിട്ടുള്ള തെറ്റിദ്ധാരണ, ബാലുവും പിന്നെ ഈ ശ്രീകുമാറൊന്നും ഇതുവരെയായിട്ട് ഇതിനെക്കുറിച്ച് ഒരു കമന്റും പറഞ്ഞിട്ടില്ല, ഒരു പ്രതികരണം ഒന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കാരണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് വർഷങ്ങളായി 10-16
വർഷം കൊണ്ട് പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ബാലുവിനെ ആയാലും ഈ പറയുന്ന നീലുവിനെ ആയാലും എന്താണ് ഒരു ഭാര്യ ഭർത്താവ് ഒരു ജോഡിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സീരിയല് അങ്ങനെ ഒരു അത്രയ്ക്ക് രസിച്ചിരുന്നത്. നിങ്ങളൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഒരു ചെറിയ തെറ്റെന്ന് പറയുന്നത് എന്തോ ഈ പറയുന്ന തുണി മാറിയപ്പോഴേ ക്യാമറ വെച്ച് എടുത്തു വന്നു, അതൊന്നും വലിയൊരു ബാലുവിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് പലതും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിന്നെ മാസങ്ങളായിട്ട് എന്തോ ഉടക്കോ കാര്യങ്ങളോ എന്തോ നടന്നില്ല. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതെടുത്തു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ എന്തായാലും എന്ത് കാര്യമായാലും ശരി, അതൊക്കെ സോൾവ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വീണ്ടും പഴയ ഒരു കുടുംബം പോലെ ആയി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.